ഒട്ടും മൈദ ചേർക്കാണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാസ്ത തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള മാക്രോണി, സ്പെഗറ്റി ഓർ എനിത്തിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ ഈ ഒരു മാക്രോണി വേവിച്ചെടുക്കാമേ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പാലുണ്ടാവുമല്ലോ, അപ്പോൾ പാലും കൂടെ ചേർക്കുക. ആ പാലും കൂടി നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് എല്ലാത്തിനും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ആ സമയത്ത് നമ്മൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും അതേപോലെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ, അതായത് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു ഡിഷ് തയ്യാറാക്കി എടുക്കാം. പിന്നെ കുറച്ച് ചീസും കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളിയായി. അപ്പോൾ നല്ല ചീസി ആയിട്ട് മൈദ ഒട്ടും തന്നെ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത റെഡി.